ഈ സാംബോയുടെ ഫസ്റ്റ് ലുക്ക് വന്നപ്പോഴേ അതിന്റെ ഇടയിൽ നെസ്ലിനൊക്കെ കമന്റ് ചെയ്തിരുന്നല്ലോ. ആ കമന്റിന്റെ ഇടയിലുണ്ടല്ലോ, അതിന്റെ ഇടയിൽ വേറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഹെയർ സ്റ്റൈൽ കണ്ടറിയാം ഇത് നെസ്ലിനെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണ്. സത്യത്തിൽ സാംബോയുടെ ലുക്കിന് ഒരു റെഫറൻസ് ഉണ്ടായിരുന്നു. അത് ഉത്തരം പറ. റെഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്കത് ലുക്ക് നാച്ചുറലായിട്ട് അങ്ങനെ വന്നപ്പോൾ എനിക്ക് നാച്ചുറലായിട്ട് ആ ലുക്ക് പിടിക്കാൻ അങ്ങനെ. വെറുതെ അത് ഇതൊന്നും പറയണ്ട കേട്ടോ, ആളുകൾ കേട്ടാ നേരാന്ന് വിചാരിക്കുന്നില്ലടാ. നസ്ലിനെ ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു, നീയൊക്കെ തീർന്നടാ. നീ തീർന്നു. പരസ്യമായ വെല്ലുവിളി ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. ആള് വെല്ലുവിളി ഏറ്റെടുത്തോ? പേടിച്ചിട്ടുണ്ടൊന്ന്. അവളെ ഞാൻ മറക്കാം, പക്ഷെ ഇതുണ്ടല്ല. നസ്ലിൻ, സന്ദീപ്, മാത്യു, ഇപ്പൊ ഹാഷിർ. അവൻ പുതിയ വെല്ലുവിളിയാണല്ലോ. എന്റെ പേര് ഹാഷിർ. ചെയ്തോണ്ടിരുന്നപ്പോ അതുണ്ടായിരുന്നില്ല. ഇപ്പൊ പെട്ടെന്ന് ഇനിയിപ്പോ ഇവനും ഉണ്ടോ? നീ ഏത് ഏരിയ കളിക്കുന്ന അറിയാമോ? എത്ര ധൈര്യം ഉണ്ടോ എനക്ക്? നീ നിന്റെ ഏരിയയുള്ള ഏവന്മാരെ കൊണ്ട് നമ്മളെ എന്തോ ചെയ്യിപ്പിച്ചോളെന്ന് പറഞ്ഞല്ല. ഞാനും നസ്ലനും ഹാഷിറൊക്കെ ആ പറയുന്ന ഒരു കാറ്റഗറി ആയതുകൊണ്ട് ഇറ്റ്സ് എ ഹെൽത്തി കോമ്പറ്റീഷൻ, യു നോ. വെറുതെ ചിരിപ്പിക്കരുത്. ടോബിയൊക്കെ പേടിച്ച് ആ വഴിക്കൊക്കെ പോയി. എന്താ എന്റെ ഉദ്ദേശം? എനിക്ക് അവരെനിക്കൊരു വെല്ലുവിളിയായിരുന്നു. ടോവിനെ പറഞ്ഞ ലുക്കിലേക്ക് ആക്കിയതാണോ എന്ന് വരെ എനിക്ക് തീർച്ചയായിട്ടും ഇങ്ങനൊന്നും അനാവശ്യമായിട്ടുള്ള റെസ്പെക്ട് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അവന് ഇതിന്റെ 40 വയസ്സുകാരനായിട്ടാണ് അഭിനയം. ഇനി അങ്ങോട്ട് പിന്നെ അവന്റെ ഇനി അങ്ങോട്ട് അങ്ങനെയായിരിക്കും. ഇനി വേറെ സംസാരമില്ല. നീ തുടങ്ങണേ, ഞാൻ തീർക്കാം.